നമ്മുടെ ഗറാഷുകളിൽ ഉപയോഗശൂന്യമായി മാറ്റിയിടപ്പെട്ട ജാക്കികളിൽ ചിലതെങ്കിലും നമുക്ക് പ്രൊഫഷണലായിട്ട് സർവീസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിടുന്ന ജാക്കികളിൽ ചിലതെങ്കിലും നമ്മൾ കോസ്റ്റ്ലി ആയിരിക്കും, റിപ്പയർ ചെയ്തെടുക്കുക കോസ്റ്റ്ലി ആയി വരുന്നൊരു സന്ദർഭം ഉണ്ടാവും. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമുക്ക് എയർപോർട്ടിനടുത്ത് നമ്മുടെ ഷിജുവാശാൻ്റെ ഗറാഷിൽ നിന്ന് അങ്ങനെ എനിക്ക് 3 ജാക്കിയാണ് റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നത്. പക്ഷേ അതിൽ ഒരു ബ്ലൂ പോയിൻറ്റിൻ്റെ ജാക്കി സോഫ്റ്റ് വീല് ഫ്രണ്ടിൽ വരുന്ന ജാക്കിയാണ്. മുൻകാലങ്ങളിൽ ബ്ലൂ പോയിൻ്റ് ഉണ്ടായിരുന്നതാണ്. കാലപ്പഴക്കം കൊണ്ട് അത് 7-8 വർഷം പഴക്കമുള്ള ജാക്കിയാണ്. അതിൻ്റെ വീലുകൾ ഡീഫോംഡ് ആയി പോയിട്ടുണ്ട്. മാത്രമല്ല ബാക്കിലത്തെ സ്യൂൽ വീലും മാറ്റണം. അപ്പോൾ പ്രൊഫഷണലായിട്ട് ഒറിജിനൽ വീലിട്ടത് റിപ്പയർ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് ഏകദേശം വീലിന് മാത്രം 4500 രൂപയോളം വില വരും. സർവീസ് ചാർജ് കൂടി ഏകദേശം 9000 രൂപ വില വരും. അപ്പോൾ ആളുകൾ എന്തായാലും എന്ത് വിചാരിക്കും, എന്നാൽ എനിക്കിത് പുതിയത് വാങ്ങിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഈ ജാക്കി നിങ്ങൾക്ക് ടൂൾ വണ്ടിക്ക് റീഫർബിഷ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്. റീഫർബിഷ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് സെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മളതിൻ്റെ ഒരു റേറ്റ് ഇട്ട് എടുത്ത ശേഷം നമ്മളത് റീഫർബിഷ് ചെയ്യും. നിങ്ങളുടെ അതിൻ്റെ എമൗണ്ട് എത്രയാണോ എമൗണ്ട് കഴിച്ചിട്ടുള്ള ഇത് ബാക്കി ബാലൻസ് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജാക്കി തരുന്ന സംവിധാനം കൂടി നമ്മളത് ചെയ്യുന്നുണ്ട്. ജാക്കി ബ്രാൻഡഡ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്ക്രാപ്പ് വിലയുടെ ഇതിൽ നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ബോറിനോ സിലിണ്ടറിനോ പിസ്റ്റണോ ഒക്കെ ഡാമേജുകൾ ഉണ്ടാക്കാം ഇത്രയും പഴക്കമുള്ള ജാക്കികളില്ല. അപ്പോൾ അത് ഫുൾ സെറ്റപ്പിൽ നന്നാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു എമൗണ്ട് എല്ലാവർക്കും വരും. അപ്പം നിങ്ങൾക്ക് അതിന് ഉപേക്ഷിച്ച് സ്ക്രാപ്പിന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അതിലേക്കൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ജാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് ചിലരെങ്കിലും അഭിപ്രായം പറഞ്ഞു. അത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഫർബിക്കേഷൻ ചെയ്യുന്നത്. അത് ആവശ്യമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. പക്ഷെ നാടൻ ജാക്കി അല്ല, ഡബിൾ പിസ്റ്റൺ പോലുള്ള ജാക്കികൾക്ക് മാത്രമേ നമ്മൾ ആ ഒരു സോഴ്സ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം നമ്മൾ ബന്ധപ്പെട്ടാൽ മതി.